അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും മുന്തിരി വൈൻ ഇടാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ മുന്തിരിയൊക്കെ നന്നാക്കി എടുക്കുകയാണ്. അതിൻ്റെ ചീത്ത മുന്തിരിയൊക്കെ കളഞ്ഞിട്ട് നല്ലത് മാത്രം എടുത്ത് ഓരോന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. പിന്നെ ഞാൻ തിളപ്പിച്ചാറിച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഈ മുന്തിരി നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് ഒരു വെള്ള തുണിയിലേക്ക് നിരത്തിയിട്ട് ഫാനിൻ്റെ അടിയിൽ വെച്ചാൽ നല്ലതായിട്ട് ഇതിൻ്റെ വെള്ളമയം ഒപ്പിയെടുക്കണം. അത് നന്നായിട്ട് വെള്ളമയം ഈ കാണുന്നത് പോലെ ഒപ്പിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വൈൻ ഇടാൻ ഉപയോഗിക്കാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ വൈൻ അത് ചീത്തയായിപ്പോവും. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 3 കിലോ മുന്തിരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 3 കിലോ മുന്തിരിക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി നോക്കാം. എല്ലാം വെള്ളമയം നന്നായിട്ട് പോയതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരിയാണ് ഇത്. അപ്പോൾ അതിൻ്റെ ബാക്കി സാധനങ്ങൾ കൂടി നോക്കാം. തിളപ്പിച്ചാറിച്ച വെള്ളം തിളപ്പിച്ച് ആറച്ച് വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ കുറച്ച് ഈസ്റ്റ് വേണം. പിന്നെ ഗോതമ്പ് വേണം. ഒരു ചുമന്ന നിറം ഗോതമ്പ് വേണം. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക വേണം. പിന്നെ ഒരു സാധനങ്ങളുണ്ട്, മുട്ടയുടെ വെള്ളം. ഇത് അതായത് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതിനകത്ത് ഒഴിക്കും. അതെന്താണെന്ന് വെച്ചാൽ ഈ വൈന് തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്, അതിൻ്റെ കറക്റ്റ് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സാധനമാണ്. ഞാൻ ഗോതമ്പ് എടുത്തില്ല. ഗോതമ്പ് ഫെർമെൻ്റ് ആവാൻ ഗോതമ്പ് വേണം. ഇത് ഞാൻ നുറുക്ക് ഗോതമ്പ് എടുത്തേക്കുന്നത്. മറ്റേ ഗോതമ്പായാലും ഗോതമ്പ് വേണ്ടിയത് നുറുഗോതമ്പായാലും മതി. പിന്നെ വേണ്ടിയത് പഞ്ചസാര. അപ്പം തുടങ്ങാം. ഞാനൊരു 3 കിലോ മുന്തിരി എടുത്തേക്കുന്നത്. അപ്പം ഞാനൊരു 4.5 കിലോ പഞ്ചസാര, 3 കിലോ മുന്തിരിക്ക് 4.5 കിലോ പഞ്ചസാര, 4 കിലോ മുതൽ 4.5 കിലോ അപ്പോൾ ഇടുവാണേ. പഞ്ചസാര ഇടാം. കുറച്ചല്ല, ഒരു പകുതി പഞ്ചസാര നമ്മൾ ലെയറായിട്ട് ഇടാണ്. ഈ എടുക്കുന്ന സ്പൂണ് പാത്രം എല്ലാം വെള്ളമയം ഉണ്ടാവാൻ പാടില്ല. വെള്ളമയം ഉണ്ടായാൽ എന്താ പറയുന്നത്, അതുപോലെ ഇത് ഇളക്കാനേ ഈ സ്റ്റീലിൻ്റെ തവി ഇട്ട് ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. തടിയുടെ തവിയില്ലേ, അതാവും. ഞാൻ പഞ്ചസാര ഇടാൻ വേണ്ടിയിട്ട് മാത്രം ഇതിൻ്റെ മുകളിൽ ഇനി നമുക്ക് മുന്തിരി ഇടണം. പഞ്ചസാര ഇടുവാണേ. ഈ 4.5 കിലോ പഞ്ചസാര നല്ല 4 കിലോ ഇടാം. ബാക്കി 1/2 കിലോ നമുക്ക് മാറ്റി വെക്കാം. ഒത്തിരി പക്ഷെ 3 കിലോ ഇതിന് 4.5 കിലോ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. 2 ടീസ്പൂൺ അതിലിടാം. ഈസ്റ്റ് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഈസ്റ്റിൻ്റെ കാര്യം. 2 ടീസ്പൂൺ ഈസ്റ്റ്. ഇത് ടേബിൾ സ്പൂണാട്ടോ, ഞാൻ അതുകൊണ്ട് ടീസ്പൂൺ അളവിൽ ഇട്ടില്ല. മുട്ടയുടെ വെള്ളം അടിച്ച് പതപ്പിക്കൊന്നും വേണ്ട, ഇങ്ങനെ ഒന്ന് അടിക്കുക. പക്ഷെ ഞാൻ കഴിഞ്ഞ വർഷവും ഒന്നും ഇട്ടപ്പോൾ ഈ മുട്ട വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. നമ്മളിതിനകത്ത് പട്ടയും ഗ്രാമ്പും ഏലക്ക ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് നമ്മളിടും. ഇതിപ്പോൾ 2 എണ്ണം ഞാൻ ആക്കിയേ, കാരണം ഭരണിക്കകത്തിലെ ആ കടക്കാരി ചേച്ചി എന്നെ പറ്റിച്ചു. കടക്കാരി ചേച്ചി 5 ലിറ്റർ 10 ലിറ്റർ കാണുന്നുണ്ടെങ്കിൽ ചേച്ചി കാണുന്നുണ്ടല്ലോ ഉള്ള കാര്യം പറഞ്ഞത്. 10 ലിറ്റർ എന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചി 10 ലിറ്റർ ഇതിനകത്ത് കൊള്ളുമോ എന്ന് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു, നമ്മളെ അടിയിൽ 10 എഴുതി വെച്ചിട്ടുണ്ടോ. പിന്നെ നമുക്ക് ഗോതമ്പ്, ഞാനിതെല്ലാം തുടച്ചൊക്കെ കൊണ്ടുവന്ന് വെച്ചതാണ് ഈ സ്പൂണൊക്കെ. ഗോതമ്പ് ഇടുവാണേ. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായ സാധനം. ഇത് ഇളക്കുവാണ് ഞാൻ. ഇതായിട്ട് നല്ലതായിട്ട് നമുക്ക് ഇളക്കി വെക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ആവുന്ന പോലെ ഇളക്കണം.
എന്നിട്ട് ഇതാണിത് ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് കെട്ടി വയ്ക്കണം. കെട്ടി വെച്ച് ഒരു 21 ദിവസം വിഷയം എല്ലാ ദിവസവും ഇളക്കണം കേട്ടോ. എല്ലാ ദിവസവും ഇളക്കിയിട്ട് 21 ദിവസം കഴിയുമ്പോൾ ഇന്നത്തെ ഡേറ്റ് കൂടി ഇതിൽ നമ്മളൊന്ന് ഇതാക്കിയിടണം, ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പോൾ ഞാനൊരു 21 ദിവസം എല്ലാ ദിവസവും ഞാൻ ഇളക്കും. പക്ഷെ ഇളക്കുന്നത് ചിലപ്പം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എല്ലാ ദിവസവും ഇളക്കി 21ാമത്തെ ദിവസം ഇത് നമ്മൾ ഒരു വെള്ള തുണിയിലോട്ട് അരിച്ച് അത് മാത്രം എടുക്കണം, അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് ഈ സെയിം സാധനം തന്നെ തുടച്ചിട്ട് ഈ ബോട്ടിൽ തന്നെ തുടച്ചിട്ട് ഇതിലൊഴിച്ച് വയ്ക്കുക. ഒഴിച്ച് വെച്ചിട്ട് ഒരു 14 ദിവസം 14 ദിവസം അനക്കാതെ ഇതേപോലെ തന്നെ കെട്ടി വയ്ക്കുക. 15ാമത്തെ ദിവസം അപ്പോൾ തന്നെ 35 ദിവസം. അപ്പോൾ 15ാമത്തെ ദിവസം സെറ്റാവും. അങ്ങനെ